Good morning. Today we are going to discussing about the electronic spectra of diatomic molecules. Electronic spectra of diatomic molecules. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഇലക്ട്രോണിക് ലെവലുകൾ തമ്മിലുണ്ടാകുന്ന ട്രാൻസിഷൻ, അതായത് ഒരു ഇലക്ട്രോണിക് എനർജിയിൽ നിന്ന് മറ്റൊരു ഇലക്ട്രോണിക് എനർജി ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഇലക്ട്രോണിക് ലെവലിൽ ഒന്നിൽ കൂടുതൽ വൈബ്രേഷണൽ എനർജി ലെവൽസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത്. അതായത് നമ്മൾ ഒരു ഇലക്ട്രോണിക് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ട് ഇലക്ട്രോണിക് ലെവലാണ്. ഇത് ഇലക്ട്രോണിക് ലെവൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡബിൾ പ്രൈം വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഇത് ഇലക്ട്രോണിക് ലെവൽ സിംഗിൾ പ്രൈം വെച്ചിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ ഒരു സിംഗിൾ എനർജി ലെവലിൽ തന്നെ ഒന്നിൽ കൂടുതൽ വൈബ്രേഷണൽ എനർജി വൈബ്രേഷൻ ലെവലിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വിയുടെ വാല്യൂ കൂടുന്തോറും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അതായത് ഒരു കണ്ടിന്യൂം സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ V = 0, 1, 2, 3 എക്സെട്ര. ഈ രീതിയിലാണ് നമുക്ക് വൈബ്രേഷൻ ലെവൽസ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയണമെങ്കിൽ, ഒരു ഇലക്ട്രോണിക് ലെവലിലെ എ ലാർജ് നമ്പർ ഓഫ് വൈബ്രേഷണൽ ലെവൽസ് ആർ എക്സിസ്റ്റ്. ഇനി ഒരു വൈബ്രേഷൻ ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ V = 0, ഇവിടെ എന്തുണ്ടാകും, കുറേ റൊട്ടേഷണൽ ലെവൽസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് in a given vibrational level there exists a large number of rotational levels. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒരു ഇലക്ട്രോണിക് ലെവലിൽ എ ലാർജ് നമ്പർ ഓഫ് വൈബ്രേഷണൽ ലെവൽസ് ആർ എക്സിസ്റ്റ്. ഇൻ എ വൈബ്രേഷണൽ ലെവൽ there exists a large number of rotational levels, and two electronic levels separation between two electronic level is 10⁶ centimeter inverse or more. ഇനി ഇതിൻ്റെ കേസിൽ നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ രണ്ട് ഇലക്ട്രോണിക് സ്റ്റേജിലുള്ള ട്രാൻസിഷനാണ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്, വിസിബിളോ അല്ലെങ്കിൽ UV റീജിയൻ ആയിരിക്കും. ഇതിൻ്റെ കേസിലുള്ള ഒരു ഫ്രീക്വൻസി ആയിരിക്കും നമുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിലുള്ള ഈ ഫ്രീക്വൻസി ആയിരിക്കും ഇതിൻ്റെ കേസിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസിയിൽ വരുന്ന റേ വെച്ചിട്ടായിരിക്കും നമുക്കിവിടെ ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി രണ്ട് ഇലക്ട്രോണിക് ലെവലുകൾ തമ്മിലുള്ള ട്രാൻസിഷനാണ് നമ്മൾ പറഞ്ഞു. രണ്ട് ഇലക്ട്രോണിക് ലെവലുകൾ തമ്മിലുള്ള ട്രാൻസിഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വൈബ്രേഷണൽ ലെവലും ചേഞ്ച് ചെയ്യും, അതുപോലെ റൊട്ടേഷണൽ ലെവലും ചേഞ്ച് ചെയ്യും. വൈബ്രേഷണൽ ലെവൽ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അതായത് റൊട്ടേഷണൽ എനർജീൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറയുന്നില്ല, പകരം വൈബ്രേഷണൽ ലെവലിൽ ചേഞ്ച് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആ ടൈപ്പ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് വൈബ്രേഷണൽ ക്വാസ് സ്ട്രക്ചർ എന്നാണ് പറയുക. അതായത് വൈബ്രേഷണൽ ലെവലിൽ മാത്രമുള്ള ചേഞ്ച്, വൈബ്രേഷണൽ ലെവലിൽ മാത്രമുണ്ടാകുന്ന ചേഞ്ച്. ഇനി അതല്ല, വൈബ്രേഷനിലും റൊട്ടേഷനിലും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് റൊട്ടേഷണൽ എനർജിയിൽ കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അവിടുത്തെ സ്ട്രക്ചറിന് പറയുന്ന പേരാണ് റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ. റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ എന്നാണ് പറയുക. അതായത് റൊട്ടേഷണൽ എനർജിക്കും അതുപോലെ വൈബ്രേഷൻ എനർജി ലെവലിനും എന്തുണ്ടാവണം, അവിടെ ചേഞ്ച് വേണം. ഇനി നമ്മൾ പറഞ്ഞു, റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടണമെങ്കിൽ അവിടെ മോളിക്യൂൾസിന് എന്ത് വേണം, ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡൈപോൾ മൊമെൻറ്റ് മോളിക്യൂൾസിന് വേണം, പെർമനൻ്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻറ്റ്. ഇനി ഒരു വൈബ്രേഷണൽ ലെവലാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അവിടെ ഡൈപോൾ മൊമെൻറ്റിന് എന്ത് വേണം, ചേഞ്ച് വേണം. ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി ചേഞ്ച്. ഇനി ഒരു ഇലക്ട്രോണിക് സ്പെക്ട്രമാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അവിടെ ചേഞ്ച് ചെയ്യേണ്ടത് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷനാണ്. ചേഞ്ച് ഇൻ ദ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഒരു
ഹോമോന്യൂക്ലിയറിൻ്റെ കേസ് എടുക്കുക, H2 N2 പോലത്തെ മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ അവിടെ റൊട്ടേഷണൽ സ്പെക്ട്രം നമുക്ക് കിട്ടുന്നില്ല, കാരണം അവിടെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഇല്ല. വൈബ്രേഷൻ ലെവൽ നമുക്ക് കിട്ടില്ല, കാരണം ഡൈപോൾ മൊമെൻറ്റിന് ചേഞ്ച് വരുന്നില്ല. പക്ഷേ അവിടെ ഇലക്ട്രോണിക് സ്പെക്ട്രം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ പറ്റും, കാരണം അവിടെ ഇലക്ട്രോണിക്കിന് എന്തുണ്ട്, ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി ഒരു മോളിക്യൂൾസിൻ്റെ കേസിലുള്ള ടോട്ടൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ബോൺ ഓപ്പൺ ഹൈമർ അപ്രോക്സിമേഷൻ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈസ് ദ സം ഓഫ് റൊട്ടേഷണൽ എനർജി പ്ലസ് വൈബ്രേഷണൽ എനർജി പ്ലസ് ഇലക്ട്രോണിക് എനർജി. അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് റൊട്ടേഷണൽ എനർജിൻ്റെയും വൈബ്രേഷണൽ എനർജിൻ്റെയും ഇലക്ട്രോണിക് എനർജിൻ്റെയും ടോട്ടൽ സമ്മേഷൻ ആയിരിക്കും. ദർ ഇസ് എ ടോട്ടൽ എനർജി. ഈ തിയറം പറയുന്നതാണ് ബോൺ ഓപ്പൺ ഹൈമർ അപ്രോക്സിമേഷൻ. ഈ ഒരു അപ്രോക്സിമേഷൻ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എടുത്തിരുന്നു. അവിടെ നമ്മൾ ഇലക്ട്രോണിക്കിൻ്റെ എനർജി നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആ റിലേഷൻ നമ്മൾ എഴുതിയിട്ടുള്ളത്. അതായത് അവിടെ ഇലക്ട്രോണിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ മൊഡ്യൂളിൽ നമ്മൾ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷനും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ടോട്ടൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. രണ്ട് കേസിലായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് വൈബ്രേഷണൽ കോസ്റ്റ് സ്ട്രക്ചറിലും രണ്ടാമത് റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചറിലും. വൈബ്രേഷണൽ കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വൈബ്രേഷണൽ എനർജിക്ക് ചേഞ്ച് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ്. റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വൈബ്രേഷനും റൊട്ടേഷനും എനർജി ചേഞ്ച് വരുന്ന കേസാണ് റൊട്ടേഷണൽ ഫൈൻ സ്ട്രക്ചർ. ഈ രണ്ട് കേസിലുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോട്ടൽ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളിനി ഫസ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യുകയാണ്, വൈബ്രേഷണൽ കോസ്റ്റ് സ്ട്രക്ചർ. വൈബ്രേഷണൽ കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവിടെ വൈബ്രേഷണൽ ലെവലിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിക് എനർജി പ്ലസ് വൈബ്രേഷണൽ എനർജി. കാരണം അവിടെ റൊട്ടേഷനിലെ ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇലക്ട്രോണിക് പ്ലസ് വൈബ്രേഷണൽ എനർജി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വി പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ മൈനസ് വി പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ ന്യൂ ഇ ബാർ എക്സ് ഇ. സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ഇതിൽ ന്യൂ ഇ ബാർ എന്ന് പറഞ്ഞാൽ 1/2πc√k/μ എന്നതാണ്. എക്സ് ഇ എന്ന് പറയുന്നത് അനാർമോണിക് കോൺസ്റ്റൻ്റ് ആണ്. വിയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 0, 1, 2, 3 എക്സെട്ര ഈ രീതിയിലാണ്. ഇനി നമ്മൾ ഒരു ട്രാൻസിഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഇലക്ട്രോണിക് ലെവലിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഡബിൾ പ്രൈമിൽ നിന്ന് സിംഗിൾ പ്രൈമിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതുപോലെ വൈബ്രേഷണൽ ലെവൽ എന്ന് പറയുന്നതും വി ഡബിൾ പ്രൈമിൽ നിന്ന് വി പ്രൈമിലേക്കുള്ള ട്രാൻസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ദ സ്പെക്ട്രം, ഇതിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രത്തിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ന്യൂ ഇ ബാർ സീക്വൽ ടു ഇ ഇലക്ട്രോണിക് ഡാഷ് മൈനസ് ഇ ഇലക്ട്രോണിക് ഡബിൾ ഡാഷ് പ്ലസ് വി പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ പ്രൈം വെച്ച് നമ്മൾ നോട്ട് ചെയ്യുകയാണ്. മൈനസ് വി ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു ഹോൾ സ്ക്വയർ ന്യൂ ഇ ബാർ എക്സ് ഇ ബാർ മൈനസ് വി ഡബിൾ ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു ന്യൂ ഇ ബാർ ഡബിൾ ഡാഷ് പ്ലസ് വി ഡബിൾ ഡാഷ് പ്ലസ് ഹാഫ് ഇൻറ്റു ഹോൾ സ്ക്വയർ ന്യൂ ഇ ബാർ ഡബിൾ ഡാഷ് എക്സ് ഇ ഡബിൾ ഡാഷ്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ഒരു ഇലക്ട്രോണിൻ്റെ കേസിൽ ട്രാൻസിഷൻ എപ്പോഴും നടക്കുന്നത് ഏറ്റവും ഗ്രൗണ്ട് ലെവലിനായിരിക്കും. സോ വി ഡബിൾ ഡാഷിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ആയിരിക്കും. അതിൽ കൂടണമെങ്കിൽ ഇഫ് വി ഹാവ് അപ്ലൈഡ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ, നമ്മൾ ഹോട്ട് ബാൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് ബാൻഡോടെ കിട്ടണമെങ്കിൽ അവിടെ ഒരു സം എനർജി, തെർമൽ എനർജി നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. റൂം ടെമ്പറേച്ചറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ട്രാൻസിഷൻ നടക്കുക ഫ്രം 0 ടു ഹയർ ലെവൽ. അപ്പോൾ എപ്പോഴും ട്രാൻസിഷൻ നടക്കുന്നത് എപ്പോഴും ഗ്രൗണ്ട് ലെവലിലായിരിക്കും. ദാറ്റ് ഈസ് വി ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു 0.
അങ്ങനെയാണെങ്കിൽ മോളിക്യൂൾസിന് സംഭവിക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 0യിൽ നിന്ന് 1ലേക്ക് ട്രാൻസിഷൻ ഉണ്ടാവാം, 0യിൽ നിന്ന് 2ലേക്ക് ട്രാൻസിഷൻ ഉണ്ടാവാം, 0യിൽ നിന്ന് 3ലേക്ക് ട്രാൻസിഷൻ ഉണ്ടാവാം. കാരണം സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് +or-1, +or-2, +or-3 എക്സെട്ര. ഈ രീതിയിലാണ് നമുക്ക് സെലക്ഷൻ റൂൾ കിട്ടുന്നത്. അപ്പോൾ 0യിൽ നിന്ന് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും ട്രാൻസിഷൻ നടക്കാം. ഈ ട്രാൻസിഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് V' എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രാൻസിഷനെ ലേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും തുടങ്ങുന്നത് എപ്പോഴും 0യിൽ നിന്നാണെങ്കിൽ ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ V0 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റേഷൻ ചെയ്യുക. 0യിൽ നിന്ന് V എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക്, അത് ഏതും ആവാം, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ എപ്പോഴും 0യിൽ നിന്നായിരിക്കും. അപ്പോൾ 0 എന്ന് പറയുന്ന ഒരു തുടങ്ങുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ട്രാൻസിഷന് പറയുന്ന പേരാണ്, കാരണം V' എന്ന് പറയുന്നത് അവിടെ ഫിക്സ് ചെയ്ത്, V' എന്ന് പറയുന്നത് അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, V" ആണ് അവിടെ എന്ത് ചെയ്യുന്നത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ട്രാൻസിഷന് പറയുന്ന പേരാണ് V' പ്രോഗ്രഷൻ എന്നാണ് പറയുക, V' പ്രോഗ്രഷൻ. ഇപ്പോൾ V' പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ V' മാത്രം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, V" എന്ന് പറയുന്നത് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം. പ്രോഗ്രഷനും സീക്വൻസും പറഞ്ഞായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ അവിടെ നടക്കാൻ ചാൻസ് ഉള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത് V' പ്രോഗ്രഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് V" എന്ന് പറയുന്നത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, V" മാത്രമാണ് അവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളൊരു ട്രാൻസിഷൻ കൺസിഡർ ആണ് 0 to 0, V' 0യും V" 0 ആയിട്ട് എടുക്കുകയാണ്. അതായത് ΔV = 0 എന്നുള്ള ട്രാൻസിഷനോട് സെലക്ഷനോട് ഇതിൽ പോസിബിൾ ആണ്. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എപ്പോഴും +or-1 ആയിരിക്കും. ΔV എന്ന് പറയുന്നത് 0, +or-1, +or-2 എക്സെട്ര ആയിരിക്കും. അപ്പോൾ 0 പ്രോഗ്രഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, 0 പ്രോഗ്രഷൻ ആണെങ്കിൽ അതിൻ്റെ കേസിലുള്ള എനർജി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ν⁻ നമ്മൾ ഈ ഫ്രീക്വൻസി സ്പെക്ട്രം നമ്മൾ എഴുതുന്ന സമയത്ത് V' എന്നുള്ള നൊട്ടേഷൻ കൊടുത്തിരിക്കണം. ഏതിൽ നിന്ന് ഏതിലേക്കാണ് ട്രാൻസിഷൻ എന്നുള്ളത് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇവിടെ നോക്കാം, 0യിൽ നിന്ന് 0യിലേക്കാണ്. അപ്പോൾ 0 എന്ന് എഴുതി. അതിനാണെങ്കിൽ ഇലക്ട്രോണിക് എനർജി ഡാഷ് മൈനസ് ഇലക്ട്രോണിക് എനർജി ഡബിൾ-, പ്ലസ് ½ ഇൻറ്റു ν⁻⁻⁻⁻ മൈനസ് 1/4 ν⁻⁻⁻ മൈനസ് 1/2 ν⁻⁻⁻ പ്ലസ് 1/4 XE എന്നുണ്ടോ XE ν⁻⁻⁻. This is the energy for the transition from 0 to 0. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കേസിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്പെക്ട്രം നമ്മൾ വരക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു 0 to 0 ട്രാൻസിഷൻ പോസിബിളാണ്, 0 to 1 എന്നുള്ള ട്രാൻസിഷൻ പോസിബിളാണ്, 0 to 3 എന്ന് പറയുന്ന ട്രാൻസിഷൻ പോസിബിളാണ്. അതായത് V' പ്രോഗ്രഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ട്രാൻസിഷനും അതുപോലെ സ്പെക്ട്രമാണ് നമ്മളിനി വരക്കാൻ പോകുന്നത്. നമ്മൾ 2 ഇലക്ട്രോണിക് എനർജി ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇത് ലോവർ എനർജി, അതായത് ഈ ഇലക്ട്രോൺ ഡബിൾ- എന്നുള്ള നൊട്ടേഷൻ കൊടുക്കുകയാണ്. ഇത് ഈ ഇലക്ട്രോണിക് സിംഗിൾ-. അപ്പോൾ ട്രാൻസിഷൻ നടക്കുക ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കായിരിക്കും ട്രാൻസിഷൻ പോസിബിൾ ആവാം. ഓക്കെ, ഇനി ഓരോ ഇലക്ട്രോണിക് ലെവലിലും വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5 എന്ന് കൺസിഡർ ചെയ്യുകയാണ്. അതുപോലെ അപ്പർ ലെവലിലുള്ള വൈബ്രേഷൻ എനർജിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5 എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. എപ്പോഴും എനർജി റൂം ടെമ്പറേച്ചറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? 0യിൽ നിന്നായിരിക്കും. സോ
ഇലക്ട്രോണിക് ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ഈ ഗ്രൗണ്ട് ലെവലിൽ എപ്പോഴും എനർജി സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിൽ നിന്നായിരിക്കും. 0-യിൽ നിന്ന് 0-യിലേക്ക് ട്രാൻസിഷൻ പോസിബിളാണ്. 0-യിൽ നിന്ന് 1-ലേക്ക് പോസിബിളാണ്. 0-യിൽ നിന്ന് 2-ലേക്ക് പോസിബിളാണ്. 0-യിൽ നിന്ന് 3-ലേക്ക് പോസിബിളാണ്. 0-യിൽ നിന്ന് 4-ലേക്ക് പോസിബിളാണ്. 0-യിൽ നിന്ന് 5-ലേക്ക് പോസിബിളാണ്. ഈ സെറ്റ് ഓഫ് ലൈനിന് പറയുന്ന പേരാണ് വി ഡാഷ് പ്രോഗ്രഷൻ എന്നാണ് പറയുക. അതായത് ഇവിടെ അപ്പർ ലെവലിലുള്ള വി ഡാഷ്, അതായത് ഇതാണ് വി ഡാഷ്, ഇത് വി ഡബിൾ ഡാഷ് ആണ്. അപ്പോൾ വി ഡാഷ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ട്രാൻസിഷനിലും. പക്ഷേ വി ഡബിൾ ഡാഷ് എന്നാണ് അവിടെ ഫിക്സും ആണ്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവണം കേട്ടോ. അപ്പോൾ ഒരു വി ഡാഷ് പ്രോഗ്രഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ട്രാൻസിഷനാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഫസ്റ്റ് 0-0 എന്ന് പറയുന്ന ട്രാൻസിഷനിൽ ഒരു സ്പെക്ട്രം പോസിബിളാണ്. 1-0 എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വി ഡാഷ് വി ഡബിൾ ഡാഷ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ലേബിൾ ചെയ്യുക. ഇപ്പോൾ 1-0, 2-0, 3-0, 4-0 ഈ രീതിയിലായിരിക്കും നമുക്ക് എന്തുണ്ടാവുക? സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത്. ഏതിൻ്റെ കേസിലുള്ള ഒരു വൈബ്രേഷണൽ ക്വാസ് സ്ട്രക്ചറിൻ്റെ കേസിലുള്ള സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വൈബ്രേഷണൽ ക്വാസ് സ്ട്രക്ചറിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.